മുകളിലെത്തി. അനിയനും അനിയത്തും എക്സലേറ്റർ കയറി മുന്നേ പോയി. ഉമ്മിക്ക് വണ്ടിയിലിരുന്ന് വന്നത് കൊണ്ട് കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, അതുപോലെ എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ ഞാൻ വിചാരിച്ചു ഉമ്മി സാവകാശം കയറട്ടെ എന്ന്. ഉമ്മി കയറിയില്ല. ഞാൻ പുറത്തു നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഒരാൾ എന്നെ നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു. എനിക്കൊരു പരിചയവും ഇല്ല ഏട്ടാ. പിന്നെ ഉമ്മി എക്സലേറ്റർ കയറാൻ വേണ്ടി പോയി. എന്നിട്ട് തിരിഞ്ഞോടി വന്നു. എന്തിനാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. മുകളിൽ നിന്ന് അനിയത്തി ഓടിപ്പാഞ്ഞിറങ്ങി വരുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ നോക്കി നിൽക്കിയ തന്നെ ഉമ്മിയുടെ കൈയും പിടിച്ച് അവളെ കയറി പോയതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉമ്മി പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ കൂടെ ഉടനെ പോയില്ല. കുറച്ച് താമസിച്ചാണ് കയറിയത്. എല്ലാം ഒന്ന് ആറി തണക്കട്ടെ എന്ന് വിചാരിച്ചു. മുകളിലെത്തിയപ്പോൾ ഫാമിലി മൊത്തം എന്നെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുന്നു. എനിക്ക് മനസ്സിലായി എനിക്ക് വിരുന്നൊരുക്കി വെച്ച ഈ നോട്ടം എന്ന്. ഞാൻ ഒരു ചെറു പുഞ്ചിരിയോടെ എക്സലേറ്റർ കയറി മുകളിലെത്തിയ ഉടനെ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് അങ്ങ് തുടങ്ങി. ഉമ്മി പണ്ട് കയറാറുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്നും അവർക്ക് അതൊന്നും പോരെയായിരുന്നു. ശരി നടന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു. എന്നിട്ട് ഞങ്ങൾ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ അനുസരിച്ച് വരുന്ന തിരക്ക് എന്നും ഉള്ളതാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ന് കണ്ടത് വേറൊരു സ്ഥലത്തായിരുന്നു. സ്കൂൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള തിരക്ക്. നമ്മളും ആ കൂട്ടത്തിൽ ചേർന്നു. വേണ്ടതൊക്കെ വാരിക്കൂട്ടി. അപ്പോഴാണ് പിള്ളേർക്ക് ഫണ്ടൂറയിൽ പോകണമെന്ന് ഒരേ ബഹളം. അങ്ങനെ അവരെയും കൊണ്ട് ഫണ്ടൂറയിലേക്ക് പോയി. ഫണ്ടൂറയിൽ കുറച്ചു നേരം കളിച്ച് രസിച്ച് നിന്നപ്പോഴാണ് ലുലുവിന്റെ അറിയിപ്പ്. ലൈറ്റൊക്കെ അണയ്ക്കാൻ പോവുക, ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഇറങ്ങാം, അല്ലാത്തവർക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം എന്നുള്ള അനൗൺസ്മെന്റ് പോലെ തോന്നി. ഏതാണ്ട് ഒരു 11:30 മണി ആയി കാണും. ആ അനൗൺസ്മെന്റ് കേട്ടപ്പോഴാണ് ഓർമ്മ വന്ന് ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പുറത്തു നിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും ഒരു നല്ലൊരു ഗുഡ് ഡേ ആശംസിക്കുന്നു. ടാറ്റാ, ബായ്, നാളെ കാണാം.